ഹായ് കൂട്ടുകാരെ, ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്ന് കക്കത്തോരൻ ഉണ്ടാക്കാനുള്ള പ്ലാനാണ്. ആദ്യം കക്ക നല്ലതായിട്ട് 2-3 വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി അതിനുശേഷം ഉള്ളി ഉടച്ച് മാറ്റിവെച്ചു. അടുക്കളയിൽ അവകാശങ്ങൾ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലേഡീസ് എല്ലാവരും കൂടി ചേർന്ന് ചമ്മന്തി ഉണ്ടാക്കി കയ്യിൽ തന്നു. ഒരു 2 എടുത്തിട്ട് അതിലേക്ക് നമ്മൾ എണ്ണ ധാരയായി ഒഴിക്കുകയാണ്. ഉടനെ കടുകിട്ടു, പൊട്ടിയില്ല, പണി കിട്ടി. ഒന്നും നോക്കിയില്ല, കരിവേപ്പില വാരി എറിഞ്ഞു. അതിനുശേഷം ഉടച്ചു വെച്ച ഉള്ളി അതിലേക്ക് പതുക്കെ തട്ടിക്കൊടുത്തു. ഉള്ളി ഒന്ന് പരുവമായി കിട്ടുന്നവരെ ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം. ആവശ്യമുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ച ചമ്മന്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. ഇനിയാണ് ഹീറോയുടെ കടന്നുവരവ്. മാറ്റിവെച്ച കക്ക ഇതിലേക്ക് പതുക്കെ തട്ടിക്കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കണം. അവസാനമായി പെപ്പർ കൂടെ കുറച്ച് ചേർത്ത് കൊടുത്താൽ നല്ല സ്വാദുണ്ടാകും. അങ്ങനെ നമ്മൾ കാത്തിരുന്ന നിമിഷം വന്നെത്തി. കക്കത്തോരൻ റെഡിയായിട്ടുണ്ട്. ഇനി ഫുഡ് സെർവിനുള്ള ടൈമാണ്. ബെറോട്ട അടിക്കാൻ അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ കഴിക്കുവാൻ മാത്രമേ അറിയാവൂ എന്ന് പറഞ്ഞതിനാൽ റിസ്ക് എടുക്കാൻ നിന്നില്ല. വെളിയിൽ പോയി കുറച്ച് ബെറോട്ട വാങ്ങിച്ചുകൊണ്ട് വന്നു. ചൂട് ബെറോട്ടയും കക്കത്തോരയും കൂടെ ഒരു ചൂട് കട്ടനും. അന്തസ്. ഫുഡ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും ഒരുപോലെ ഈ കലാപരിപാടിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും വിശ്വസിനും രാഹിക്കും പ്രത്യേക സന്തോഷം അറിയിച്ചു കൊള്ളുന്നു. അടുത്തൊരു വ്ലോഗുമായി പിന്നെ കാണാം. നിങ്ങളുടെ സ്വന്തം മലയാളി വാമ്പയർ.